അമൃത എല്ലാ വർഷവും പൊങ്കാലയിടുന്ന ആളാണല്ലോ. അതെ അതെ അതെ, എല്ലാ വർഷവും പങ്കാളിത്തം. ഇതിപ്പോ എത്രാമത്തെ വർഷമായി? നമ്മുടെ 20ആയോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത് 20ാമത്തെ വർഷത്തെയാണ്. ചെറുപ്പം മുതലേ അപ്പൊ ഇടുന്ന ആളാണ്? ഞാനല്ല, വീട്ടിൽ നിന്ന് പണ്ടുപോലെ ഇടുന്നതാണ്. തിരുവനന്തപുരംകാരിയല്ലേ? നമ്മൾ വന്ന് സെറ്റിൽഡ് ആയതാ. അതെ അതെ. ഇത്തവണ എന്താണ് പുതിയ പ്രത്യേക പ്രാർത്ഥന? പുതിയ സിനിമ സീരിയലൊക്കെ ആണോ? അതിലുപരി വേറെ വലിയൊരു കാര്യമുണ്ട്. അപ്പൊ അത് നടന്നാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും പറയും. ഇതിപ്പോ എന്താ ഇന്ന് എന്താ പ്രസാദം എന്താ അമ്മയ്ക്ക്? ഇന്ന് നമുക്ക് 51 തലത്തിലാണ് പൊങ്കാല, നേർച്ചയുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ. പുതിയ വർക്ക് ഏതാണ്? പുതിയ വർക്ക് കൗമുദിൽ നിന്ന് വരുന്നുണ്ട്, അല്ലാതെ 2 പ്രോജക്ട് വരുന്നുണ്ട്. ഇതിപ്പോ എല്ലാ വർഷം എന്താ ഇവിടെ തന്നെ പൊങ്കാല ഇടാൻ ഉദ്ദേശിച്ചു? ഈ സ്ഥലത്ത് തന്നെയാണ് അധികം ഇടാറ്? അല്ല, നമ്മൾ ഇതിപ്പോ 2ാമത്തെ വർഷം ഇവിടെ ഇടുന്നത്. ബാക്കിയൊക്കെ അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്തൊക്കെ ആയിരിക്കും ഇടുന്നത്. കുടുംബസമേതമാണ് വരാൻ? നമ്മള് ഫാമിലി ആയിട്ടാണ് വരുന്നത്. ചേച്ചി പേരെന്തുവായിരുന്നു? ജോഷ്ന. ഇതാ പുതിയ വർക്ക് ഏതാണ്? ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദോ ചെയ്തോണ്ടിരിക്കുന്നത്. വർക്കൊക്കെ സുഖമായിട്ട് പോകും? സുഖമായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. ഇവിടെ തിരുവനന്തപുരമാണോ? ഞാൻ കൊല്ലമാണ്. കൊല്ലം. എത്ര വർഷമായി പൊങ്കാല? ഇത് എന്റെ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം അമ്മൂന്റെ കൂടെ തന്നെ ഇട്ടത്, ഈ വർഷവും അമ്മൂന്റെ കൂടെ തന്നെ. ഈ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട്, അതുകൊണ്ടാണോ ഈ കൊല്ലം ഇടണം തോന്നിയത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആറ്റുകാലമ്മയുടെ ഭക്തയാണ്? തീർച്ചയായിട്ടും. ഞങ്ങക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാ. പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അമൃതയുടെ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ല. നമ്മളൊരു വലിയൊരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ നേർച്ച ഇടുന്നത്. അത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പറഞ്ഞിരിക്കും. എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? എന്താണ് പറയാൻ പറ്റുമോ ഇപ്പൊ? ഞാനും അടുത്ത വർഷം പറയാം. കഴിഞ്ഞ വർഷം ഇതേപോലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് എനിക്കാണ് സംഭവിച്ചത്. അമ്മുന്റെ കല്യാണക്കാരി പറഞ്ഞത്, പക്ഷെ സംഭവിച്ചത് എനിക്കാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു, അതായിരുന്നു പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ഇനി അതുകൊണ്ട് ഞാൻ മനസ്സിൽ തന്നെ വെച്ചേക്കാം, സാധിക്കുമെന്ന് ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും. കല്യാണം ഉടനുണ്ടോ? കല്യാണം എപ്പോഴേ ഇല്ല. കല്യാണം ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിനകത്തേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും പൊങ്കാല ഇടുക. രണ്ടാൾക്കും പൊങ്കാല ആശംസ. താങ്ക് യു താങ്ക് യു സോ മച്ച്.